ഒരു മാങ്ങ കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ ആയിട്ട് എന്തിനാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചിലരിപ്പോൾ കമൻ്റ് ഇടാൻ വരും. അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊരു നൊസ്റ്റാൾജിയാണ് മക്കളെ. ഈ ഒരു മാങ്ങക്ക് എൻ്റെ നാട്ടിലേക്ക് താമരശ്ശേരിയിലേക്ക് കപ്പായി മാങ്ങ എന്ന് പറയും. ഓരോരോ നാട്ടിലേക്ക് ഓരോരോ പേരാണല്ലോ, എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കപ്പായി മാങ്ങ എന്ന് പറയും. നമ്മുടെ മാങ്ങയുടെ തോല് സഹിതം തിന്നാൽ ടേസ്റ്റ് കിട്ടുന്നൊരു മാങ്ങയാണിത്. അപ്പോൾ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിൻ്റെ മുറ്റത്തായിട്ട് വലിയൊരു ഇതിൻ്റെ ഒരു മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് അതുമെന്ന് മാങ്ങ ഒടിച്ച് ഞങ്ങൾ പഴുപ്പിക്കാൻ വെക്കുന്നതും പഴുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കട്ട് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഓർമ്മ എനിക്കുണ്ട്. ആ ഓർമ്മയ്ക്ക് ഇത്രത്തോളം വാല്യൂ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ വാപ്പയുടെ അമ്മ മൂപ്പത്തി ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ മുമ്പിലും ആളായിരുന്നു മുമ്പിലുണ്ടാവുക. ഇന്ന ആളില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ ഈ ഒരു മാങ്ങ കണ്ട സമയത്ത് എനിക്ക് അതാ ഓർമ്മയായത്. എൻ്റെ മൂത്ത സിസ്റ്ററുടെ വിവാഹ സമയത്തൊക്കെ വീട്ടിൽ അച്ചാറ് ഇതിൻ്റെതായിരുന്നു. അവളുടെ വിവാഹത്തിന്, അവളെ മാർച്ചിലാണ് അവളുടെ കല്യാണം നടന്നത്. അപ്പം അച്ചാറ് കപ്പായി മാങ്ങൻ്റെതായിരുന്നു അച്ചാറുണ്ട്. അത് വീട്ടുകാർ തന്നെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അന്നേക്ക്. ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓടി പോയപ്പം അതോടെ ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. പുഴുണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ്. പക്ഷെ ഇതിൽ പൊതുവെ പുഴു ഉണ്ടാവാറില്ല. ഭയങ്കരമായിട്ട് പഴുത്ത് അലിഞ്ഞു പോകുക എന്ന് അറിയലില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയ മാങ്ങ കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള മാങ്ങ ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയുടെ മരുമകളുടെ വീട്ടിലുണ്ട്. അപ്പം അവിടെ ഒടിച്ച സമയത്ത് എൻ്റെ മകൻ്റെ കയ്യിൽ ഉമ്മ കൊടുത്തയച്ചതാ. ഈ മാങ്ങനെക്കാട്ടിലും ടേസ്റ്റ് ഇതിൻ്റെ തൊലിക്കുക. ഒരു മാങ്ങയും തൊലി ചെത്താതെ കഴിക്കുന്നത് ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷെ ഈ മാങ്ങ ആരും തൊലി ചെത്തൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം മാമയൊക്കെ കൂടിയിരുന്ന് കൊലായിലും കഥ പറഞ്ഞ് സഹോദരിമാരെല്ലാവരോടും കൂടി പണ്ട് കാലത്ത് കഴിച്ചൊരു മാങ്ങയാണ് ഞാനിത്. നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും, എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴാ ഗൈസ് മനസ്സിലാവുന്നത്, ആ കുട്ടിക്കാലം തന്നെ മതിയായിരുന്നു. ഇപ്പോഴത്തെ വെറുതെ എന്തിനായും വലുതായി കല്യാണമൊക്കെ കഴിയാന്നൊക്കെ വെച്ച് പിന്നെ പ്രാരാബ്ദം, കുട്ടികൾ, വീട്ടിലെ കാര്യം, ലോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുമ്പം പണ്ടത്തെ ആ കുട്ടിക്കാലവും പണ്ടത്തെ നഴ്സറിയിലത്തെ പയറും ചോറും അതൊക്കെ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ കപ്പായി മാങ്ങ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ലേ. ഒരുപാട് ഓർമ്മകളാണ് ഈ ഓരോ ബൈക്കിലും എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് മാമനെയാണ്. പക്ഷെ ഞങ്ങളുടെ മാവൊക്കെ മുറിച്ചു പോയി കേട്ടോ. ഞങ്ങളുടെ മാവ് മുറിക്കാന്ന് വെച്ചാൽ എന്നായിരുന്നു ഇപ്പം മുറിച്ചിട്ട് 2 വർഷത്തോളം കണ്ടായി. ഇപ്പം നമുക്കവിടെ മാങ്ങിയൊന്നുമില്ല. അപ്പോൾ ആ ഓർമ്മകളില്ല. അതാ ഇത്രയും ടേസ്റ്റ് ഇതിന് 2 വർഷമാണെന്ന് തോന്നുന്നു ആ മാവ് മുറിച്ചിട്ട്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കര എന്നും രാവിലെ എഴുന്നേറ്റ് മാവിൻ്റെ ചോട്ടിലേക്കായി ഓടുക മാങ്ങ വീണിട്ടുണ്ടോയെന്ന് അറിയാൻ. എന്നിട്ട് പച്ച ഇങ്ങനെ കരച്ച് മുറിച്ച് തിന്നുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഉമ്മാമ്മയും മുറ്റടിച്ച് തരിക. അപ്പോൾ ഉമ്മാമ്മക്ക് മാങ്ങ കിട്ടുമ്പോഴേക്ക് ഇസ്മോളെ മാങ്ങ ഉണ്ട് കേട്ടോ എന്നറിയും. അപ്പോൾ ഒരു സന്തോഷമുണ്ട് ഗായ്സ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് മാങ്ങ വിശേഷം. ചായ കുടിച്ചിട്ട് ടാറ്റാ.